ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ മാലാഖ കുഞ്ഞുങ്ങളെ, ഈശോയുടെ സ്വന്തം കുഞ്ഞുമക്കളെ, സുഖമാണോ എല്ലാവർക്കും? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഏതാണെന്നറിയാവോ? ആഹാ, എല്ലാവർക്കും അറിയാമല്ലോ. ശരിയാ നിങ്ങൾ പറഞ്ഞത്, 5-ാമത്തെ പാഠം അല്ലേ? ആ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാവോ? ദൈവം നമ്മുടെ പിതാവാകുന്നു. എന്താണ്? ദൈവം നമ്മുടെ പിതാവാകുന്നു. ഈ പാഠം പഠിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേൽക്ക്. ആഹാ, ഇനി ആ കൈകളൊന്ന് കൂട്ടിപ്പിടിച്ചേ. നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് തുടങ്ങണ്ടേ? എല്ലാവരും റെഡിയാണോ? ഒന്ന് ചിരിച്ച് കാണിച്ചേ സിസിനെ. നന്നായിട്ടും ചിരിക്ക്. സ്വരം ഉയർത്തിയും ചിരിച്ചേ. എല്ലാവരും ചിരിച്ചില്ല കേട്ടോ, ഞാൻ കണ്ടു. അതാ ചിലരിങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവരും ചിരിച്ചു. എന്ത് ഭംഗിയാ നിങ്ങളുടെ ചിരി കാണാൻ. ഇനി നമ്മളെന്താ ചെയ്യുന്നത്? എല്ലാവരും ചേർന്ന് കുരിശ് വരച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാൻ പോവുകയാണ്. അതെ, പാട്ടുപാടി കുരിശ് വരയ്ക്കാൻ അറിയാമോ? ഇല്ലേ? എങ്കിൽ സിസ്റ്റർ കാണിച്ചു തരാം. നമുക്ക് മെല്ലെ മെല്ലെ പാട്ടുപാടി എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആർ യു റെഡി? യെസ്. ഓക്കെ, ഞാൻ പാടും, കൂടെ നിങ്ങൾ അത് കേട്ട് പാടണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ തമ്പുരാനേ തമ്പുരാനേ ദൈവപിതാവിൻ്റെ തൻ പ്രിയപുത്രൻ്റെ പാടാം. ദൈവപിതാവിൻ്റെ തൻ പ്രിയപുത്രൻ്റെ ദിവ്യാത്മാവിൻ്റെ ഉന്നത നാമത്തിൽ ആമേ ആമേ. എങ്ങനെയുണ്ട്? നമുക്ക് മെല്ലെ മെല്ലെ പാട്ടുപാടി കുരിശ് വരച്ച് നമുക്കൊന്ന് ചേർന്ന് ഈ പാട്ട് പഠിക്കണം. അപ്പയോടും അമ്മയോടും പറയണം, അമ്മേ ഈ കുരിശ് വരയ്ക്കാനുള്ള പാട്ട് ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നൊന്ന് ചോദിക്കുമോ? ചോദിക്കണം. ഇനി ഇരിക്കല്ലേ, ഒരു സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒച്ചത്തി പറ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിടുക്കര. ഇനി എല്ലാവരും ഇരുന്നോ. ഇസബൽ, റോസ്മരിയ, സാവിയോ, ഓസ്വിൻ, എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരും കൈകൾ പൊന്തിക്കുന്നുണ്ട്. എല്ലാവരെയും സിസ്റ്റർക്ക് കാണാം. നല്ല സുന്ദരന്മാരും സുന്ദരി കുട്ടികളുമായിട്ടാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ? കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ദൈവം എന്തൊക്കെയാ സൃഷ്ടിച്ചതെന്ന് കണ്ടുപിടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അറിയാവോ? ആഹാ, എല്ലാവർക്കും അറിയാമല്ലോ. മിടുക്കരാട്ടോ. ഇനി എല്ലാവരും ഇരിക്കാം. ഇരുന്നോ? എനിക്കെല്ലാവരും കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും ഇരിക്ക്. നോക്കട്ടെ. എനിക്ക് കാണാൻ കണ്ണുകളുണ്ടല്ലോ, എനിക്ക് കേൾക്കാൻ കാതുകളുണ്ടല്ലോ, എനിക്ക് തൊടാൻ എല്ലാവരും ഉണ്ടല്ലോ, എനിക്ക് ഭക്ഷിക്കാൻ ഹായ് എല്ലാം ദൈവം തന്നു ഈ ഭൂവിൽ. തന്നില്ലേ? കാണാൻ കണ്ണുകളുണ്ട്, കേൾക്കാൻ പറ കാതുകളുണ്ട്, എല്ലാവരും തൊട്ട് നോക്കാൻ നല്ല കൈകളില്ലേ, ഭക്ഷിക്കാനോ എന്തെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. സ്തുതിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? നല്ല കുട്ടികളാ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഗെയിം കളിക്കാൻ? ഇഷ്ടമാണോ? ഇതാ സിസ്റ്റർ ഗെയിം തരാൻ പോവുകയാണ്. ഈ കളിയിൽ എല്ലാവരും പങ്കെടുക്കണം. ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. നന്നായിട്ട് കൈ ഉയർത്ത്. ഇനി കൈ കൊണ്ട് ഒന്നൊന്ന് ക്ലാപ്പ് ചെയ്തേ.
നന്നായിട്ടുണ്ട്. ഞാനിവിടെ 1, 2, 3 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ദൈവം സൃഷ്ടിച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ? ഓടിപ്പോയിട്ട് നിങ്ങളുടെ റൂമിൽ നിന്ന് ഞാനിവിടെ 5 വരെ എണ്ണുമ്പോഴത്തേക്കും ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരണം. പറ്റുമോ? റെഡി? ചിലർ മടി കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ദൈവം സൃഷ്ടിച്ച ഒത്തിരിയേറെ വസ്തുക്കളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ നിങ്ങളുടെ റൂമിൽ എന്തെങ്കിലുമൊക്കെ സാധനം കാണാം. അത് എടുത്തിട്ട് വരുമോ? എന്നിട്ട് സിസ്റ്റിനെ ഉയർത്തി കാണിക്കണം. എല്ലാവരും ഉയർത്തിക്കണം. ഞാനും പോയിട്ട് എൻ്റെ റൂമിലുള്ള ദൈവം സൃഷ്ടിച്ച ചെറിയ ചെറിയ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരും. ഈ ഭൂമിയിലുള്ള എല്ലാം ആരാണ് സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞത്? ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ എന്തെങ്കിലും എടുത്തിട്ട് വരുമോ? ഓക്കെ, റെഡി? ഇതാ 1, 2, 3 പറയുമ്പോഴാണ് 1, 2, 3 ഓടിപ്പോയി എടുത്തിട്ട് വാ. സിസ്റ്ററും എടുക്കാൻ ഓടിപ്പോവുകയാണ് കേട്ടോ. വേഗം വരണേ. ഓക്കെ, ഞാൻ കൈയടിക്കും. ഓടിപ്പോയിട്ട് വാ കൂട്ടുകാരെ. എത്തിയോ? എന്നെക്കാൾ മുമ്പ് നിങ്ങൾ എത്തിയോ? ഇതാ സിസ്റ്ററിൻ്റെ വീട്ടിലുള്ള ആരൊക്കെയാ നോക്കിയേ. ആരൊക്കെയാ? ഇതാ പിങ്കി പട്ടിയുണ്ട്, ലവ്ലി ഡോഗുണ്ട്, ലവ്ലി കങ്കാരു ഉണ്ട്. പിന്നെ ആരാ ഉള്ളേ? ഇതാരാ? നമ്മുടെ മിക്കി ഡോഗ് അല്ലേ? മിക്കി ഡോഗ് ഉണ്ട്. ഇതാരാ? ബ്രൗണി ബിയർ ഉണ്ട്. ഇതാരാ? ജാക്കി ബിയർ ഉണ്ട്. കണ്ടോ? സിസ്റ്ററിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് കണ്ടോ? ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്ന് ഉയർത്തി കാണിച്ചേ എല്ലാവരും. ഉയർത്തി കാണിക്കേ. സൂപ്പർ. എത്ര പേരാ? അതാരൊക്കെയാ? പൂച്ചയുണ്ട്, ക്യാറ്റുണ്ട്, ഡോഗുണ്ട്, ഡക്കുണ്ട്. പിന്നെയോ കിളിക്കുട്ടീനെ കിട്ടിയോ? അതാരാ? തത്തമ്മയാ? പ്രാവാ? അതാരാ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിലുള്ള പപ്പയെയും മമ്മിയെയും കുഞ്ഞാവേനൊക്കെ കൂട്ടി അതാരാ വന്നിരിക്കുന്നേ? ശരിയാട്ടോ. എല്ലാവരും വീട്ടിലുള്ള എല്ലാവരെയും പപ്പയും മമ്മിയെ കൂട്ടിക്കൊണ്ട് വന്നു. കളിപ്പാവകളെ എടുത്തിട്ട് വന്നു. അതെന്താ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവളുടെ വീട്ടിലെ പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് വന്നിരിക്കുക. നന്നായിട്ടുണ്ട്. ഇനി ഇവരെ അങ്ങ് മാറ്റി വെക്കാം അല്ലേ? പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം താഴെ വെക്കണം. പപ്പയും മമ്മിയെ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ അടുത്തിരുത്തണം കേട്ടോ. ഹായ് ഹായ്. എല്ലാവരെയും കണ്ടില്ലേ? ഇതാ നമ്മുടെ കങ്കാരു. കണ്ടോ? ഇതാരായിരുന്നു? എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, സിസ്റ്റർ ഇത് എടുത്തു വെക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്കിഷ്ടമുള്ള ഇതുപോലെ കുറേ പെറ്റുകൾ നമുക്കുണ്ടല്ലേ? ഈ പാട്ടറിയാവോ? ലാ 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 ലാ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? അറിയാവുന്ന പാട്ടാണോ? എങ്കിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പാട്ടൊന്ന് പാടണം. എവിടുന്നാ പഠിച്ചേ? 1ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതാണെന്ന് അല്ലേ? ശരിയാ പറഞ്ഞത്. എങ്കിൽ നമുക്കൊന്ന് ചേർന്ന് ഈ പാട്ട് നാടിപ്പാടിയൊന്ന് കളിച്ചാലോ? I have a pet. It is a cat. It's a meow 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 meow. I have a pet. It is a dog. It's a bow 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 bow. I have a pet. It is a fish. It's a എങ്ങനെയാ? cook 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 cook. I have a pet. It is a fish. It's a cook 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 cook. Sha la 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 la. Sha la 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 la. Sha la 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 la. Sha la la la. എല്ലാവരും പാടി അല്ലേ? ദൈവം ഇവയൊക്കെ കാത്തുപരിപാലിക്കുന്നുണ്ടെങ്കിലും ഇവയെക്കാളെല്ലാം അധികമായി നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഇസബൽ പറഞ്ഞത് ശരിയാണല്ലോ. ഈ പൂച്ചയെയും ഈ പട്ടിയെയും ഒക്കെ കൂടുതലായി സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവം മത്സ്യങ്ങളെ, പിന്നെ മൃഗങ്ങളെ, പറഞ്ഞു മനുഷ്യരെ
എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നു, വളർത്തുന്നു, കാത്തു പരിപാലിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെയൊക്കെ ദൈവം കാത്തു പരിപാലിക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും എല്ലാം ദൈവം നമ്മുടെ കൂടെയുണ്ട്. മറന്നു പോകുമോ? ഈ വചനം ഒന്ന് ഉറക്കെന്ന് പറയാമോ എല്ലാവരും ചേർന്ന്? സിസ്റ്റർ ഒരു വചനം പറഞ്ഞു തരാം. സ്വരമുയർത്തി ആ വചനം പറയണം. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും കാത്തു പരിപാലിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും ദൈവം കാത്ത് പരിപാലിക്കുന്നു. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ദൈവം എന്നെ കാത്തിടുന്നു, എൻ്റെ ദൈവം എന്നെ പോറ്റിയിടുന്നു. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? നമ്മുടെ ഈ പാഠത്തിൽ ഈ പാട്ട് നമ്മളെല്ലാവരും ചേർന്ന് പഠിക്കേണ്ട ഒരു പാട്ടാണ്. അപ്പയോടും അമ്മയോടും പറയണം, അപ്പേ ഈ പാട്ട് പഠിപ്പിച്ചു തരണമെന്ന്. ഞാൻ ചോദിക്കും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പാട്ട് പഠിച്ചോ എന്ന്. പഠിക്കുമോ? സിസ്റ്റർ ഒന്ന് പാടിത്തരാം, ചേർന്ന് പാടണം. എൻ്റെ ദൈവം എന്നെ പോറ്റിയിടുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തിടുന്നു, തൻ ചിറകിൻ കീഴിൽ നിത്യമെന്നെ. എന്താ പാടിയത്? തൻ ചിറകിൻ കീഴിൽ നിത്യമെന്നെ സ്നേഹമോടെന്നും കാത്തിടുന്നു. അടുത്തത് കേട്ടോ. ഞാൻ വഴി തേടിയാലഞ്ഞിടുമ്പോൾ, ഞാൻ തീരാ ദുഃഖത്തിൽ ആണ്ടിടുമ്പോൾ. എന്താണ്? പാടിക്കേ. സ്വരം ഉയർത്തി. ശരിയാ പാടിയത്. ഒന്നിട്ട് കേട്ടോ. ഞാൻ വഴി തേടിയാലഞ്ഞിടുമ്പോൾ, ഞാൻ തീരാ ദുഃഖത്തിൽ ആണ്ടിടുമ്പോൾ. വീണ്ടും. ശക്തമാം തൻ തിരു കൈകളാലേ നിത്യവും എന്നെന്നും കാത്തിടുന്നു. ഈ പാട്ട് എല്ലാവരും ചേർന്ന് പഠിക്കണം. നീ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും. ചാടി എഴുന്നേൽക്ക്. കയ്യൊന്ന് ഉയർത്തി പിടിച്ചേ. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഒന്നുകൂടി. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഇനി കയ്യൊന്ന് കൂപ്പി പിടിച്ചേ എല്ലാവരും. സിസ്റ്റർ ചൊല്ലി തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. കൈ കൂട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് സ്വരം ഉയർത്തിയിട്ട് ചൊല്ലണം. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ഓർക്കെ, എനിക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, എനിക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഇങ്ങോട്ട് നോക്കിക്കേ. ദാ വഴി അറിയാതെ കുറേ പേര് അവിടെ നിൽപ്പുണ്ട്. അവരേക്ക് ഒന്ന് വീട്ടിലെത്തിക്കാമോ? നമ്മുടെ പാഠപുസ്തകത്തിലൊരു ഹോംവർക്കാ. ഈ ഹോംവർക്ക് ചെയ്യണം. അപ്പച്ചാ, ദാ അതിലെയല്ല വഴി, ഇതിലേ. അപ്പച്ചനെ വഴിയെന്ന് കാണിച്ചു കൊടുക്കണേ. അതെന്താ? ആ കുരുവിക്ക് തൻ്റെ കൂടറിയാതെ കഷ്ടപ്പെട്ട് നിൽക്കുക. കുരുവിനെ ആ കൂടെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും വഴി കാണിച്ച് ഹോംവർക്ക് ചെയ്ത് നാളെ എത്തുമോ? എത്തണം. എല്ലാവരും ഹോംവർക്ക് ചെയ്യണേ. വഴി അറിയാതെ ദാ ഓരോരുത്തരും നിൽക്കുക. അവർക്കെല്ലാം വഴി കാണിച്ചു കൊടുത്ത് വരച്ച് കൃത്യം അവർ വീട്ടിലെത്തിച്ചിട്ട് അടുത്ത തിങ്കളാഴ്ച വരണം. വരുമോ? വരും. ഒന്നുകൂടി കൈകൂട്ടി പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പിടിച്ചേട്ട് പറ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇനി കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. വരികയല്ലേ? സിസ്റ്റർ എല്ലാവരെയും കാണാൻ നോക്കിയിരിക്കും. ഓക്കേ, ഹായ്.